ഗെയ്സ് ഞാൻ വീണ്ടും വന്നു കേട്ടോ. വീക്കെൻഡ് ആയിട്ട് പുറത്തു പോയി ഫുഡ് കഴിക്കണോ അതോ വീട്ടിൽ തന്നെ ഉണ്ടാക്കണോ എന്ന് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം തന്നെ ഉണ്ടാക്കി കളയാന്ന്. ഇതൊക്കെ കുറച്ച് മെനക്കെട്ട പരിപാടിയാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു ചട്ടിച്ചോറങ്ങ് ഉണ്ടാക്കിയേക്കാന്ന്. അപ്പോൾ പിന്നെ ഇതിനുള്ള ചട്ടി മേടിക്കണം, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. വീട്ടിലെന്തായാലും ചട്ടിച്ചോറിനുള്ള ചട്ടി ഇല്ലാത്തത് കൊണ്ട് ചട്ടി പോയി മേടിക്കേണ്ടി വന്നു ഗെയ്സ്. അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറിൻ്റെ ചട്ടി ഇതാ റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ഒരു ഇലയൊക്കെ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്ത് അതിനകത്ത് സെറ്റ് ചെയ്ത് നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ, വായോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ചോറ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്പാവരി അരിയുടെ ചോറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ ചൂരക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ചൂരയുടെ ചാറാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഇട്ടൊന്ന് ഈ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ചോറൊന്നും കൂടി അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ചക്കയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ചക്ക കുറച്ച് കടുവൊക്കെ വറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ വെച്ച് കൊടുത്തു. പിന്നെ ചൂരക്കറി തന്നെ വീണ്ടും നമുക്ക് സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ വെച്ച് കൊടുത്തത്. പിന്നെ 2 മീൻ പൊരിച്ചതും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ബീട്രൂട്ട് തോരനും വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ സൈഡിലോട്ട് നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അച്ചാറില്ലാതെ എന്ത് ചട്ടിച്ചോറല്ലേ. അപ്പോൾ നമുക്ക് അമ്പഴങ്ങ അച്ചാറാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അമ്പഴങ്ങ അച്ചാറും കൂടി വെച്ച് കൊടുത്ത് അതും കഴിഞ്ഞ് മോര് കറിയും കൂടെ നമുക്ക് മധ്യത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ ഒരു ഒഴിച്ചുകൂട്ടൻ അത് നിർബന്ധമാട്ടോ. ഒരു മുട്ട പൊരിച്ചതും കൂടെ ആയാലോ. അപ്പോൾ അതും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അടുത്തതൊരു സ്പെഷ്യൽ ഐറ്റവും കൂടെയാണ്, ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും കൂടെ നമുക്ക് അതിൻ്റെ സൈഡിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചാറും കൂടി ഇരിക്കട്ടെ. പിന്നെ ഒരു പപ്പടവും കൂടി ആയപ്പോൾ ഇന്നത്തെ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഒരു പിടി പിടിച്ചാലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതും കൊണ്ട് ടേബിളിൻ്റെ പുറത്തൊക്കെ കൊണ്ടുവച്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം അച്ചാർ കഴിക്കാം. അമ്പഴങ്ങ അച്ചാറാണ്. അമ്പഴങ്ങ അച്ചാർ കഴിച്ചു നോക്കാം. എല്ലാം കൂടെ കുറേശ്ശെ എടുത്ത് കഴിക്കാം. എന്തായാലും ഈ ചട്ടിച്ചോറ് കഴിക്കാനായിട്ട് ഇനി അതിൻ്റെ കടതപ്പി നടക്കാനൊന്നും എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മോശമല്ലാത്ത രീതിയിൽ കറികളെല്ലാം ഉണ്ടാക്കി ഞാൻ തന്നെ മൊത്തം കഴിച്ചു തീർക്കേണ്ടി വന്നു. അടുത്തത് പിന്നെ ചിക്കൻ കാലിനുള്ള അടിയായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കൻ കാലിന് അടി കൂടി അവസാനം ഞാൻ അവക്ക് തന്നെ ചിക്കൻ കാല് കൊടുക്കേണ്ടി വന്നു. ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ ഞാൻ ഇതെല്ലാം കഴിച്ച് തളർന്നു പോയി ഗെയ്സ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.